2 രാജാക്കന്മാർ അധ്യായം 17. യൂദാ രാജാവായ ആഹാസിൻ്റെ 12-ാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ സമറിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി. അവൻ 9 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും തൻ്റെ മുൻഗാമികളായ ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല. അസീറിയ രാജാവായ ഷൽമനേസർ അവനെതിരെ വന്നു. ഹോസിയ അവൻ്റെ സാമന്തനായി കപ്പം കൊടുത്തു. പിന്നീട് അവൻ ഈജിപ്ത് രാജാവായ സോയുടെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അസീറിയ രാജാവിന് പ്രതിവർഷം കൊടുത്തു വന്ന കപ്പം നിർത്തലാക്കുകയും ചെയ്തു. അവൻ്റെ കുടിലത മനസ്സിലാക്കിയ അസീറിയ രാജാവ് അവനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും സമറിയായിൽ വന്ന് 3 കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഹോസിയായുടെ 9-ാം ഭരണവർഷം അസീറിയ രാജാവ് സമറിയ അധീനമാക്കി ഇസ്രായേലിലെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാലായിലും ഗോസാനിലെ ഹാബോർ നദീതീരത്തും മെദിയ നഗരങ്ങളിലും പാർപ്പിച്ചു. ഇങ്ങനെ സംഭവിച്ചതിന് കാരണം ഇതാണ്: തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു. അവർ അന്യദേവന്മാരോട് ഭക്ത്യാദരങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു. കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെ എല്ലായിടത്തും അവർ പൂജാഗിരികൾ നിർമ്മിച്ചു. അവർ എല്ലാ കുന്നുകളിലും വൃക്ഷച്ചുവട്ടിലും സ്തംഭങ്ങളും അക്ഷേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. കർത്താവ് അവരുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാഗിരികളിൽ ധൂപാർച്ചന നടത്തി. അവർ ദുഷ്പ്രവർത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു. കർത്താവ് വിലക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു. കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു: നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ. അവർ അത് വകവച്ചില്ല. ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശാഠ്യക്കാരായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. ഈ ജനതകളെപ്പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. അവർ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ 2 വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി. അക്ഷേരാ പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽദേവനെ സേവിക്കുകയും ചെയ്തു. അവർ പുത്രീപുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണെ തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിച്ചു. അതിനാൽ കർത്താവ് ഇസ്രായേലിൻ്റെ നേരെ ക്രുദ്ധനായി അവരെ തൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യൂദാ ഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല. യൂദായും ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇസ്രായേലിൻ്റെ ആചാരങ്ങളിൽ മുഴുകി. കർത്താവ് ഇസ്രായേലിൻ്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തൻ്റെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കർത്താവ് ഇസ്രായേലിനെ ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് വിച്ഛേദിച്ചപ്പോൾ അവർ നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിനെ രാജാവാക്കി. അവൻ ഇസ്രായേലിനെ കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു.
ജെറോബോവാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു. കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ തൻ്റെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതുവരെ അവർ അവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ ഇന്നും അസീറിയയിൽ പ്രവാസികളായി കഴിയുന്നു. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർവയും എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമറിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ സമറിയ സ്വന്തമാക്കി അതിൻ്റെ നഗരങ്ങളിൽ വസിച്ചു. അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്ത്യാദരങ്ങൾ കാണിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ കുറേ പേരെ കൊന്നു. സമറിയ നഗരങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിൻ്റെ നിയമം അറിവില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയക്കുകയും അവ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസീറിയ രാജാവ് അറിഞ്ഞു. അവൻ കൽപ്പിച്ചു, അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ട് അയക്കുക. അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിൻ്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ. സമറിയായിൽ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവൻ ബഥേലിൽ ചെന്ന് താമസിച്ച് കർത്താവിനോട് ഭക്ത്യാദരങ്ങൾ കാണിക്കേണ്ടത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു. ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമറിയക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു. ബാബിലോൺകാർ സുക്കോത്ത് ബെനോത്തിനെയും കുദ്ദേശക്കാർ നെർഗാലിനെയും ഹമാത്യർ അഷിമയെയും ഔവാക്കാർ നിബ്ബാസ്, താർത്താഖ് എന്നിവയെയും ഉണ്ടാക്കി. സെഫാർവയിംകാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാമലേക്കിനും അനാമലേക്കിനും സ്വന്തം മക്കളെ ആഹൂതി ചെയ്തു. അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു. തങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും പെട്ടവരെ പൂജാഗിരികളിൽ പുരോഹിതന്മാരായി നിയമിച്ചു. ഇവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു. അങ്ങനെ അവർ കർത്താവിനെ ആദരിച്ചു. എങ്കിലും തങ്ങൾ വിട്ടുപോകുന്ന ദേശങ്ങളിലെ ജനതകളുടെ ആചാരമനുസരിച്ച് സ്വന്തം ദേവന്മാരെയും സേവിച്ചു. ഇന്നും അവർ അങ്ങനെ തുടരുന്നു. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിൻ്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല. കർത്താവ് അവരുമായി ഉടമ്പടി ഉണ്ടാക്കി ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലിയർപ്പിക്കുകയോ ചെയ്യരുത്. ഈജിപ്തിൽ നിന്ന് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം. അവിടുത്തെ നമിക്കുകയും അവിടുത്തേക്ക് ബലിയർപ്പിക്കുകയും വേണം. അവിടുന്ന് എഴുതി തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. അന്യദേവന്മാരെ ആദരിക്കരുത്. ഞാൻ നിങ്ങളുമായി ചെയ്ത ഉടമ്പടി വിസ്മരിക്കരുത്. അന്യദേവന്മാരെ ആദരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം. അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. അവർ വകവച്ചില്ല. അവർ പഴയപടി ജീവിച്ചു. അങ്ങനെ ഈ ജനതകൾ കർത്താവിനെ ആദരിക്കുകയും തങ്ങളുടെ കൊത്തുവിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തു വരുന്നു. Chapter 17. In the 12th year of Ahaz, king of Judah, Hoshea, son of Elah, began his 9-year reign over Israel and Samaria. He did evil in the sight of the Lord, yet not to the extent of the kings of Israel before him. Shalmaneser, king of Assyria, advanced against him, and Hoshea became his vassal and paid him tribute. But the king of Assyria found Hoshea guilty of conspiracy for sending envoys to the king of Egypt at Sais, and for failure to pay the annual tribute to his Assyrian overlord. For this the king of Assyria arrested and imprisoned Hoshea. He then occupied the whole land and attacked Samaria, which he besieged for 3 years. In the 9th year of Hoshea, the king of Assyria took Samaria and deported the Israelites to Assyria, settling them in Helah, at the Habor, a river of Gozan, and in the cities of the Medes.
This came about because the Israelites sinned against the Lord their God, who had brought them up from the land of Egypt, from under the domination of Pharaoh, king of Egypt, and because they venerated other gods. They followed the rites of the nations whom the Lord had cleared out of the way of the Israelites, and the kings of Israel whom they set up. They adopted unlawful practices toward the Lord their God. They built high places in all their settlements, the watchtowers as well as the walled cities. They set up pillars and sacred poles for themselves on every high hill and under every leafy tree. There on all the high places they burned incense, like the nations whom the Lord had sent into exile at their coming. They did evil things that provoked the Lord, and served idols, although the Lord had told them, "You must not do this." And though the Lord warned Israel and Judah by every prophet and seer, "Give up your evil ways, and keep my commandments and statutes, in accordance with the entire law which I enjoined on your fathers, and which I sent you by my servants the prophets," they did not listen, but were as stiff-necked as their fathers, who had not believed in the Lord their God. They rejected his statutes, the covenant which he had made with their fathers, and the warnings which he had given them. The vanity they pursued, they themselves became. They followed the surrounding nations whom the Lord had commanded them not to imitate. They disregarded all the commandments of the Lord their God, and made for themselves 2 molten calves. They also made a sacred pole, and worshipped all the host of heaven, and served Baal. They immolated their sons and daughters by fire, practiced fortune-telling and divination, and sold themselves into evil-doing in the Lord's sight, provoking him till, in his great anger against Israel, the Lord put them away out of his sight. Only the tribe of Judah was left. Even the people of Judah, however, did not keep the commandments of the Lord, their God, but followed the rites practiced by Israel. So the Lord rejected the whole race of Israel. He afflicted them and delivered them over to plunderers, finally casting them out from before him. When he tore Israel away from the house of David, they made Jeroboam son of Nebat king. He drove the Israelites away from the Lord, causing them to commit a great sin. The Israelites imitated Jeroboam in all the sins he committed, nor would they desist from them. Finally the Lord put Israel away out of his sight, as he had foretold through all his servants, the prophets, and Israel went into exile from their native soil to Assyria, an exile lasting to the present. The king of Assyria brought people from Babylon, Cutha, Ava, Hamath, and Sepharvaim, and settled them in the cities of Samaria in place of the Israelites. They took possession of Samaria and dwelt in its cities. When they first settled there, they did not venerate the Lord, so he sent lions among them that killed some of their number. A report reached the king of Assyria, "The nations whom you deported and settled in the cities of Samaria do not know how to worship the God of the land, and he has sent lions among them that are killing them, since they do not know how to worship the God of the land." The king of Assyria gave the order, "Send back one of the priests whom I deported, to go there and settle, to teach them how to worship the God of the land." So one of the priests who had been deported from Samaria returned and settled in Bethel, and taught them how to venerate the Lord. But these peoples began to make their own gods in the various cities in which they were living, in the shrines and the high places which the Sumerians had made. Each people set up gods. Thus the Babylonians made Marduk and his consort, the men of Cuth made Nergal, the men of Hamath made Arshimah, the men of Ava made Nibhaz and Tartak, and the men of Sepharvaim immolated their children by fire to their city gods, King Hadad and his consort Anath. They also venerated the Lord, choosing from their number priests for the high places, who officiated for them in the shrines on the high places. But while venerating the Lord, they served their own gods, following the worship of the nations from among whom they had been deported. To this day they worship according to their ancient rites. They did not venerate the Lord, nor observe the statutes and regulations, the law and commandments which the Lord enjoined on the descendants of Jacob, whom he had named Israel. When he made a covenant with them, he commanded them, "You must not venerate other gods, nor worship them, nor serve them, nor offer sacrifice to them.
The Lord who brought you up from the land of Egypt with great power and outstretched arm, him shall you venerate, him shall you worship, and to him shall you sacrifice. You must be careful to observe forever the statutes and regulations, the law and commandment which he wrote for you, and you must not venerate other gods. The covenant which I made with you, you must not forget. You must not venerate other gods. But the Lord your God you must venerate. It is he who will deliver you from the power of all your enemies. They did not listen, however, but continued in their earlier manner. Thus these nations venerated the Lord, but also served their idols. And their sons and grandsons to this day are doing as their fathers did.